സർ, സർ പ്ലീസ് ഞങ്ങളെ ഒന്ന് ഒന്ന് കൊന്നു തരൂ. ആ ഇനിയും അവൻ്റെ ടോർച്ചർ സഹിക്കാൻ കഴിയാതെ ആർത്ത് കരഞ്ഞുകൊണ്ട് ഭവ്യ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വന്യമായ ഭാവത്തോടെ അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവരുടെ ഓരോ പിടച്ചിലും അവൻ മനസ്സിൽ നിറച്ചുകൊണ്ടിരുന്നു. കിരൺ അവനെ ഒന്ന് നോക്കി. കണ്ണുകൾ അണുവിട പോലും ചലിപ്പിക്കാതെ അവരുടെ ഓരോ വേദനയും നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ. ഒരു നിമിഷം കിരണിന്റെ നോട്ടം അവനിൽ നിന്നും അവർ ഇരുവരിലേക്കുമായി നീണ്ടു. കണ്ണുകൾ പോലും തുറക്കാൻ കഴിയാതെ തളർന്ന് അവശരായി ഇരിക്കുകയാണ്. അവരുടെ ശരീരമാകെ രക്തം കട്ടപിടിച്ച പാടുകളുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും രക്തം ഇപ്പോഴും കിനിഞ്ഞിറങ്ങുന്നുണ്ട്. ചുണ്ടുകൾ പൊട്ടി അടർന്ന് മുഖമാകെ നീര് വെച്ച് വികൃതമായിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിലും അവർ മരണവേദന തന്നെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. അവനൊരു നെടുവീർപ്പോടെ ഓർത്തു. പ്ലീസ് പ്ലീസ് സർ, ഐ ബെഗ് യു. ഭവ്യ അപ്പോഴും അവനോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ ഒരു നിമിഷം വർഷയെ ഒന്ന് നോക്കി. അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരിക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി അവളുടെ മടിത്തട്ടിലേക്ക് വീഴുന്നത് അവൻ നേരിയ വെട്ടത്തിൽ കണ്ടു. കിരൺ! പെട്ടെന്ന് രുദ്രൻ തന്നെ വിളിക്കുന്നത് കേട്ടതും കിരൺ ഞെട്ടലോടെ അവനെ നോക്കി. സർ. ഭവ്യതയോടെ അവൻ മുന്നിലേക്ക് ചെന്ന് നിന്നു. ഗീവ് ഹർ വാട്ട് ഷീ ഡിസേർവ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ആ ചേറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കിരൺ അവന്റെ ആജ്ഞ അനുസരിക്കാൻ എന്ന പോലെ തങ്ങൾക്ക് പിന്നിലായി നിന്ന് ഗാർഡ്സുകളിൽ ഒരുവനെ ഒന്ന് നോക്കി. ആ നിമിഷം അയാൾ വേഗം തന്നെ അവളെ ആ ചേറിൽ നിന്ന് മോചിപ്പിച്ചു. കെട്ടുകൾ അഴിച്ചതും അവൾ നിലത്തേക്ക് വീണുപോയി. അവളുടെ കാലും കൈയും ഒക്കെ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. അയാൾ അവളുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉയർത്തി നിർത്തി. ആ വേദനയോടെ അവൾ അലറിക്കരഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾക്ക് പകരം രക്തപ്പുഴ ഒഴുകുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നിയത്. രുദ്രൻ വന്യമായ ചിരിയോടെ ആ കാഴ്ച നോക്കിയിരുന്നപ്പോൾ വർഷ പകപ്പോടെയാണ് ആ കാഴ്ച നോക്കിക്കണ്ടത്. ആ നിമിഷം അയാൾ അവളെ നിഷ്പ്രയാസം തൂക്കിയെടുത്തുകൊണ്ട് അടഞ്ഞു കിടക്കുന്ന ഒരു മുറി തുറന്ന് അവളെ അതിനകത്തേക്ക് തള്ളി. ആ മുറിയിൽ എന്താണെന്ന് കിരണിന് അറിയാമായിരുന്നു. ഒപ്പം ഇനിയുള്ള അവളുടെ വിധിയും. അവനൊരു നെടുവീർപ്പോടെ രുദ്രനെ നോക്കിയതും പൈശാചികമായ ചിരിയോടെ കണ്ണുകൾ അടച്ച് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിക്കിടക്കുന്നവനെയാണ് കണ്ടത്. അടുത്ത നിമിഷം ആ മുറിയിൽ നിന്നും ഭവ്യയുടെ അലറിക്കരച്ചിൽ ഉയർന്നു കേട്ടു. അതോടൊപ്പം ഒരു പറ്റം വേട്ടനായ്ക്കളുടെ കുരയും. ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്നറിയാതെ പകച്ചുപോയ വർഷ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും മരണഭയത്താൽ അലറി വിളിച്ചുപോയി. രാത്രി ബാൽക്കണിയിലിരുന്ന് കാര്യമായ ചർച്ചയിലായിരുന്നു ദേവും ദക്ഷൻ ദർശും. അപ്പോൾ ഇനി ഒരു ദിവസം കൂടി മാത്രം. നാളെ നേരെ ഇരുട്ടി വെളുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൈകളിലെത്തും അല്ലേ ദേവ്? കയ്യിലിരുന്ന വിസ്കിയുടെ ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ച് ഒരു സിപ്പ് എടുത്തുകൊണ്ട് ദർശി പറഞ്ഞതും ദേവ് ഒന്ന് മൂളി. നാളെ കഴിഞ്ഞാൽ മോളുടെ പിറന്നാളാണ്. നമ്മൾ കാത്തിരിക്കുന്ന ദിവസം. വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം മോൾക്ക് 18 വയസ്സ് പൂർത്തിയായാൽ പിന്നെ അവളുടെ പൂർണ്ണമായ അവകാശം നിന്നിലാണ് ദേവ്. കോടതി അവളുടെ കസ്റ്റഡി നിന്നെ ഏൽപ്പിക്കും. അല്പസമയം കഴിഞ്ഞ് ദക്ഷ് പറഞ്ഞത് കേട്ട് ദേവും ദർശും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ദേവിന്റെ കണ്ണിൽ സന്തോഷത്തിന്റെ നീർത്തുള്ളികൾ പൊടിഞ്ഞു. ചെറിയച്ച അങ്ങനെ ഒരു വിൽപത്രം എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ മോള് നമ്മുടെ അരികിൽ എത്തിച്ചേർന്നേനെ. ദർശ് പറഞ്ഞത് കേട്ട് ദക്ഷ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇതിനുള്ള മറുപടി ഞാൻ ഇവന് കഴിഞ്ഞ ദിവസം തന്നെ കൊടുത്തതാണ് അല്ലേ ദേവ്? ദക്ഷ് ചോദിച്ചതും ദേവ് അവനെ ഒന്ന് നോക്കി. അവന്റെ മുഖത്ത് സംശയങ്ങളായിരുന്നു. എന്താടാ? അവന്റെ ഭാവം കണ്ടതും ദക്ഷ് ചോദിച്ചു. അതേട്ടാ, കഴിഞ്ഞ ദിവസം ഏട്ടൻ പറഞ്ഞു അച്ഛൻ മരണം മുൻകൂട്ടി കണ്ടതുകൊണ്ടാകും ഇങ്ങനൊരു വിൽപത്രം തയ്യാറാക്കിയതെന്ന്. പക്ഷെ വിൽപത്രത്തിൽ 18 വയസ്സായാൽ മാത്രമേ മോളുടെ കസ്റ്റഡി എന്നിൽ വന്നു ചേരാവൂ എന്ന് വ്യക്തമായാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ് ഏട്ടാ? എനിക്കതാണ് മനസ്സിലാകാത്തത്. അച്ഛൻ അപകടം മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ കുഞ്ഞിലെ തന്നെ മോളുടെ കസ്റ്റഡി എന്നിൽ വന്ന് ചേരേണ്ട രീതിയിൽ അല്ലേ വിൽപത്രം തയ്യാറാക്കേണ്ടിയിരുന്നത്? അങ്ങനെയെങ്കിൽ മോള് വളരെ നേരത്തെ തന്നെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരില്ലായിരുന്നോ? അതിനായി നമ്മൾ ഇത്രയും നാളും കാത്തിരിക്കേണ്ടി വരുമായിരുന്നോ? അതിനേക്കാൾ ഉപരി മോൾ ഇപ്പോഴും ആ അനാഥാലയത്തിൽ കഴിയേണ്ടി വരുമായിരുന്നോ? ദക്ഷ് ചോദിച്ചത് കേട്ട് ദേവ് അവനെ നോക്കി ആദ്യം സംശയത്തോടെയും അതിനുശേഷം വേദനയോടെയും ചോദിച്ചു. എന്നാൽ ദക്ഷിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. നിനക്ക് ഒരു സംശയമുണ്ടോ ദർശ്? അവൻ മുഖം തിരിച്ച് ദർശനോടായി ചോദിച്ചതും അവനില്ല എന്ന രീതിയിൽ തലയാട്ടി. ചെറിയച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല ദേവ്. ഒരു പക്ഷേ അന്ന് കുഞ്ഞിനെ നിന്റെ കയ്യിൽ കിട്ടിയാൽ അവളെ സംരക്ഷിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നിരിക്കണം അല്ലേ ഏട്ടാ? ദേവിനുള്ള മറുപടി ദക്ഷ് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം പറഞ്ഞത് ദർശായിരുന്നു. എന്നാൽ അവന്റെ ആ പറച്ചിൽ ദേവിന്റെ മുഖം ഒന്ന് ഇരുണ്ടു. അതിന് നിന്നോട് ഞാൻ വല്ലതും ചോദിച്ചു? അവൻ ദർശനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് നീ ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാ? ഞാൻ കാര്യം പറഞ്ഞതല്ലേ. ദർശന്റെ മുഖത്ത് കുസൃതിയാണ്. അല്ലെങ്കിലും തെച്ചുവിന്റെ കാര്യം പറഞ്ഞ് അവനെ ഒന്ന് ചൊറിഞ്ഞില്ല എങ്കിൽ ദർശന് ഒരു സമാധാനവും കിട്ടാറില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. പുല്ലേ, നീ കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ? വന്ന് നീ എന്ത് ചെയ്യുമടാ പുല്ലേ? അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ഒരു സിനിമാ നടൻ വന്നിരിക്കുന്നു. എടാ,
ഇനി മോളെ നിന്റെ കൂടെ കൊണ്ടുവന്നാലും നീ സിനിമയുടെ ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് ഓരോ രാജ്യത്തൊക്കെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞി ഇവിടെ തനിച്ചാകില്ലേടാ. എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ ദർശ അവനെ ഓരോന്നും പറഞ്ഞ് ഇളക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കിക്കൊണ്ട് ഞാൻ എങ്ങും പോകില്ല. ഞാൻ എവിടെ പോയാലും അവളെ ഞാൻ കൂടെ കൊണ്ടുപോകും. അതോർത്ത് എൻ്റെ കൂടെപ്പിറപ്പ് വിഷമിക്കേണ്ട. ദൈവം വിട്ടുകൊടുക്കാതെ തന്നെ അവനെ എതിർത്തുകൊണ്ടിരുന്നു. അയ്യടാ, അങ്ങനെ ഞാൻ അവളെ നിന്റെ കൂടെ വിടുകയല്ലേ? അവളെ നോക്കാൻ ഞാനുണ്ട് ഇവിടെ. ഓ പിന്നെ 24 മണിക്കൂറും കേസും തലയിൽ വെച്ച് നടക്കുന്ന നീ അവളെ കുറെ നോക്കും. ദർശി ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് ദേവ് അവനെ നോക്കി പുച്ഛിച്ചു. അതിനാര് കേസും കൂട്ടുമായിട്ട് നടക്കാൻ പോകുന്നു? എൻ്റെ കുഞ്ഞൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ ലോങ് ലീവ് എടുക്കാൻ പോവാ. ഓ, നീ ലോങ് ലീവ് എടുത്തിട്ടും കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നില്ല. എൻ്റെ കുഞ്ഞ് നിന്നെ അടുപ്പിച്ചിട്ട് വേണ്ടേ? അവൾ എൻ്റെ അടുത്ത് നിന്നും മാറില്ല, നീ നോക്കിക്കോ. ആ, അത് നമുക്ക് കാണാം. പിന്നെ അവർ ഓരോന്നും പറഞ്ഞ് വഴക്കു കൂടിക്കൊണ്ടിരുന്നു. ഇവരുടെ ഈ പ്രകടനങ്ങളെല്ലാം കണ്ടത് ദക്ഷ തലയിൽ കൈയും വെച്ചിരുന്നു പോയി. നിർത്തിനടാ, സമയം കടന്നു പോയിട്ടും അവരുടെ വഴക്ക് മൂക്കുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് കണ്ടത് ദക്ഷ മുന്നിലെ ടേബിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അലറി. അവന്റെ ശബ്ദം ഉയർന്നതും ഇരുവരും നല്ല കുട്ടികളായി. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ, കുറെ നേരമായി തുടങ്ങിയിട്ട്. ദക്ഷ അവരെ ഇരുവരെയും നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും രണ്ടും തല കുനിച്ചിരുന്നു. വലിയ സിനിമാ നടന് ACP ഒക്കെയാ, പക്ഷെ എന്ത് ചെയ്യാനാ, കാൽ കാശിന് വിവരമില്ല. സ്വന്തം പെങ്ങളുടെ കാര്യം പറഞ്ഞ് രണ്ടും കൂടി ആടികൂടുക. ദക്ഷ അവർ ഇരുവരെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും ദേവ് ദർശിനെ ഒന്ന് രൂക്ഷമായി നോക്കി. നീയല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ എന്ന പോലെ. അതിന് മറുപടി പോലെ ദർശ അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. അതിന് ഞാനാണോ ഏട്ടാ? ഇവനല്ലേ. എൻ്റെ കുഞ്ഞിനെ ഞാൻ മര്യാദയ്ക്ക് നോക്കില്ല എന്ന് പറയാൻ ഇവൻ ആരാ? 10-28 വയസ്സായിട്ടും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പരാതി പറയുന്നവനെ ദക്ഷ ഒന്ന് നോക്കി. അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ എന്തു പറഞ്ഞു ഏട്ടാ? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ആ പ്രായത്തിൽ ഇവൻ എന്തോ ചെയ്യാനാ? അത് ചെറിയച്ഛനും അറിയാമായിരുന്നു. അതുകൊണ്ടാ പുള്ളി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് ഇവൻ എന്നോട് ചാടിക്കടിച്ചിട്ട് എന്താ കാര്യം? ദർശൽപ്പം പുച്ഛം കലർന്ന സ്വരത്തിൽ പറഞ്ഞത് കേട്ട് ദേവിന് വിറഞ്ഞു കയറി. നിന്നെ എന്ന് ഞാൻ. അവൻ പല്ലും കടിച്ചുകൊണ്ട് ചേറി നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വന്നതും ദക്ഷ അവന്റെ മുന്നിൽ കയറി നിന്നു. അവൻ പറഞ്ഞാൽ എന്താ തെറ്റ് ദേവ്? അവൻ പറഞ്ഞത് സത്യമാണ്. ദക്ഷ പറഞ്ഞത് കേട്ട് ദേവ് അവനെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ടൊന്ന് നോക്കി. ദർശാണെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് മട്ടിലും. ഏട്ടാ എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരുത്തനാണോ ഞാൻ? അത് ചോദിക്കുമ്പോൾ അവന്റെ വാക്കുകളിൽ ഈർഷ്യ നിറഞ്ഞിരുന്നു. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷെ അതിനൊരു പരിമിതി ഉണ്ടാകുമായിരുന്നു. കാരണം ഇവൻ പറഞ്ഞതുപോലെ അന്നത്തെ നിന്റെ പ്രായം അതിനൊരു തടസ്സമായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് ദേവ് അവനെ സംശയത്തോടെ നോക്കി. മോള് ജനിക്കുമ്പോൾ നിന്റെ പ്രായം എന്താണ് ദേവ്? 10 വയസ്സല്ലേ? ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുന്ന പ്രായമാണോ അത്? അല്ല, നീയും കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും ആ പ്രായത്തിൽ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയില്ല. സോ ആ ഉറപ്പ് ചെറിയച്ഛനും ഉണ്ടായിരുന്നിരിക്കണം. അവൻ അത് പറഞ്ഞപ്പോഴാണ് ദേവിനും അത് മനസ്സിലായത്. ശരിയാണ്, 10 വയസ്സുള്ള തനിക്ക് ഒരിക്കലും തൻ്റെ മോളെ സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ദേവ് മനസ്സിലോർത്തു. ആ, ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പൊ അവന് പുച്ഛം. ദർശി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ദേവ് അവനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. മറുപടിയൊന്നും പറഞ്ഞില്ല. അവനൊന്നും ഇടാതെ ചെയറിലേക്ക് പോയിരുന്നു. അപ്പോഴേക്കും ദക്ഷം വന്ന് അവന്റെ അരികിലായിരുന്നു. നീ എന്താടാ ഒന്നും ഇടാതിരിക്കുന്നത്? ആ, എന്തെങ്കിലുമൊക്കെ പറയടാ മോനെ. മൗനമായിരിക്കുന്ന ദേവിനെ നോക്കി ദർശി വീണ്ടും ചൊറിഞ്ഞു തുടങ്ങിയതും ദേവ് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ദേ ഏട്ടാ, ഇവനോട് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ പോലീസാണ് പട്ടാളാണെന്നൊന്നും ഞാൻ നോക്കില്ല, ഇടിച്ചവന്റെ കൂമ്പ് ഞാൻ വാട്ടും. ദേവ് പറഞ്ഞു കേട്ട് ദക്ഷ ദർശിനെ ഒന്ന് നോക്കി. അത് പിന്നെ ഏട്ടാ, ചുമ്മാ ഒരു രസത്തിന്. അതും പറഞ്ഞുകൊണ്ട് ദർശ ഒന്ന് ഇളിച്ചു കാണിച്ചതും ദേവ് അവനെ ദേഷ്യത്തോടെ നോക്കി. അവന്റെ ഒരു രസമല്ലടാ, നിനക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കി തരാം പന്നി. നീ പോടാ പുല്ലേ. ടാ ദർശേ. വീണ്ടും രണ്ടും കൂടെ കൊമ്പ് ഓർക്കാൻ തുടങ്ങിയതും ദക്ഷന്റെ വിളി രണ്ടും സൈലന്റായി. ഒരു നിമിഷം അവർ മൂവർക്കുമിടയിൽ മൗനം നിലനിന്നു. എനിക്ക് തോന്നുന്നു ദേവ്, ചെറിയച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ അത് മാത്രമല്ല, മറ്റൊരു കാരണം കൂടി ഉണ്ടാകണം. പെട്ടെന്നെന്തോ ആലോചിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞതും ദേവും ദർശും അവനെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് സംശയത്തോടെ ഒന്ന് നോക്കി. നമ്മുടെ മുത്തശ്ശൻ. അവരുടെ നോട്ടം കണ്ടതും ദക്ഷ പതിയെ പറഞ്ഞു. മുത്തശ്ശനോ? മുത്തശ്ശൻ എന്ത് ചെയ്യാനാ? അവൻ പറഞ്ഞ കേട്ട് ദർശ സംശയത്തോടെ ചോദിച്ചു. ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് മോളെ ഇവന്റെ അമ്മയുടെ വയറ്റി വെച്ച് തന്നെ കൊന്നുകളയാമെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ മുത്തശ്ശൻ. അങ്ങനെയുള്ള മുത്തച്ഛന്റെ മുന്നിൽ നമ്മുടെ മോള് വളർന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഒരു 18 വയസ്സ് വരെയെങ്കിലും ഇവൻ അവരുടെ സംരക്ഷണയിൽ തന്നെ കഴിഞ്ഞേ മതിയാകും. ആ ഇവനെ എങ്ങനെ അവരുടെ കൂടെ മോളെ സുരക്ഷിതമായി വളർത്താൻ കഴിയും? അതൊക്കെ കൂടി ചിന്തിച്ചതുകൊണ്ടായിരിക്കണം ചെറിയച്ഛ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവൻ അത് പറഞ്ഞപ്പോൾ അത് തന്നെ ആയിരിക്കണം കാരണമെന്ന് ദേവിനും തോന്നി. അച്ഛൻ എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം അല്ലേ ഏട്ടാ? അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞതും ദക്ഷ ഒന്ന് മൂളി. പക്ഷേ ഏട്ടാ, എന്നും എനിക്ക് ആ 10 വയസ്സായിരിക്കില്ലല്ലോ പ്രായം. അവളെ കൂടെ നിർത്തി സംരക്ഷിക്കാൻ എനിക്ക് 28 വയസ്സാകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കോട്ട് ആ വിൽപത്രത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനും മുന്നേ തന്നെ, അതായത് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് നമ്മുടെ അരികിൽ എത്തുമായിരുന്നില്ലേ? അവൻ നിരാശയോടെ പറയുന്ന കേട്ട് ദക്ഷ ഒന്ന് ചിരിച്ചു.
നിനക്ക് കോടതിയുടെ നിയമങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ദേവ് നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. കോടതി നിയമപ്രകാരം 18 വയസ്സിന് മുന്നേ ഒരിക്കലും കോടതി മോളുടെ കസ്റ്റഡി നിനക്ക് തരില്ലായിരുന്നു. അവൻ പറഞ്ഞു കേട്ട് ദേവ് അവനെ ഞെട്ടലോടെ നോക്കി. വൈ, ഞാൻ അവളുടെ ഏട്ടനല്ലേ, ബ്ലഡ് റിലേഷൻ. പിന്നെ എന്തുകൊണ്ട് മോളുടെ മേലുള്ള അവകാശം എനിക്ക് കിട്ടില്ല? അവൻ സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായി ദർശിനെ ഒന്ന് നോക്കി. അങ്ങനെ ഏട്ടനാണെന്ന് പറഞ്ഞ് ചെന്നാലൊന്നും കോടതി നിനക്ക് മോളെ വിട്ടുതരില്ല. അതിനൊക്കെ കൃത്യമായ തെളിവുകൾ വേണം. പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ദേവ് അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്റെ കുഞ്ഞോൾ എന്റെ കൂടപ്പിറപ്പാണെന്ന് തെളിക്കാൻ വലിയ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ലട പുല്ലേ. ഒരു DNA ടെസ്റ്റ് മാത്രം മതിയാകും. ദർശി പറഞ്ഞതുപോലെ അതേ പുച്ഛത്തോടെ തന്നെ ദേവ് അവനുമുള്ള മറുപടിയും കൊടുത്തു. അത് കേട്ടതും ദർശി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവന്റെ ചിരി കണ്ടത് ദേവ് അവനെ ദേഷ്യത്തോടെ നോക്കി. DNA ടെസ്റ്റ് എന്നും പറഞ്ഞ് ഓടി അങ്ങ് ചെല്ല്, ഇപ്പൊ കിട്ടും. ഇത് നീ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ എടിപിടി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ കടമ്പകളെല്ലാം കടന്ന് നീ മോളെ നേടാനായി കോടതിയിലെത്തുമ്പോൾ നിനക്കുള്ള മുട്ടം പണി അവിടെ ഉണ്ടാകും. ദർശി പറഞ്ഞത് കേട്ട് ദേവ് സംശയത്തോടെ ദക്ഷിണെ ഒന്ന് നോക്കി. ഇവൻ എന്താ ഏട്ടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ പറഞ്ഞതൊക്കെ സത്യമാണ് ദേവ്. DNA ടെസ്റ്റിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, DNA ടെസ്റ്റിലൂടെ നീ അവളുടെ ഏട്ടനാണെന്ന് കോടതിയെ തെളിയിച്ചാൽ തന്നെ നിനക്കൊരിക്കലും അവളെ കിട്ടില്ല. കാരണം മൈനറായ ഒരു പെൺകുട്ടിയുടെ മേൽ സഹോദരനേക്കാളും അവകാശം അവളുടെ അമ്മയ്ക്ക് തന്നെയായിരിക്കും. അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കോടതിയും ആ കുഞ്ഞിനെ സഹോദരന് വിട്ടു നൽകാനായി വിധിക്കില്ല. ദക്ഷി പറഞ്ഞത് കേട്ട് ദേവ് അവനെ ഒന്ന് നോക്കി. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നീ ചിന്തിച്ചത് തന്നെയാണ് ശരി. ഇതിനു മുന്നേ നീ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് ചെന്നിരുന്നുവെങ്കിൽ നിന്റെ എതിർവശത്ത് നിൽക്കുന്നത് സാക്ഷാൽ നന്ദിനി മഹേശ്വർ ആയിരുന്നേനെ. അത് നമ്മുടെ മുത്തശ്ശന്റെ പിന്തുണയോട് കൂടി. അവൻ അത് പറഞ്ഞതും അതറിയാമെന്ന പോലെ ദേവിന്റെ നോട്ടം ജനലിലൂടെ പുറത്തേക്ക് നീണ്ടു. ഇത്രയും നാൾ അവർ അവളുടെ പിന്നാലെ പോകാതിരുന്നത് അവൾ എവിടെയാണെന്നോ അവൾ നിന്റെ സംരക്ഷണയിലാണെന്നോ ഒന്നും അവർക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു. എന്നാൽ നീ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന നിമിഷം അവർ അതിനെ എതിർക്കും. നിന്നിൽ നിന്നും അവളെ അകറ്റാനായി പലതും ചെയ്യും. കോടതി നീ അവളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കുന്ന നിമിഷം നന്ദിനി ചെറിയമ്മയുടെ ഹർജിയും കോടതിയിലെത്തും. മോള് മൈനറായിരിക്കുന്ന ടൈമാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ അവരുടെ അടുത്തേക്ക് തന്നെ വിടും. എന്നാൽ മോള് മേജറായി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. അവളെ നിനക്ക് കൂടെ കൂട്ടാൻ കഴിയും. അതിന് മോളുടെ സമ്മതം മാത്രം മതിയാകും. അതുതന്നെ ആയിരിക്കണം ചെറിയച്ഛൻ്റെ ഉദ്ദേശം. ദക്ഷ പറഞ്ഞു കഴിഞ്ഞത് ദേവ് ഒരു നെടുവീർപ്പോടെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. പിന്നെ കോടതി മറിച്ചൊരു തീരുമാനം എടുക്കണമെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരിക്കണം. ലൈക്ക് അമ്മയ്ക്ക് മകളെ നോക്കാനുള്ള സാഹചര്യം ഇല്ലെന്നോ അല്ലെങ്കിൽ വഴിപിഴിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണെന്നോ അങ്ങനെ എന്തെങ്കിലും കോടതിയുടെ മുന്നിൽ തെളിഞ്ഞാൽ ആ കുഞ്ഞിനെ, അതും അവൾ ഒരു പെൺകുട്ടിയാകുമ്പോൾ ആ അമ്മയുടെ സംരക്ഷണം ഒരിക്കലും കോടതി വിട്ട് നൽകില്ല. അല്ലേ ഏട്ടാ? ദക്ഷ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നും ബാക്കി പൂർത്തീകരിച്ചത് ദർശായിരുന്നു. ഇവൻ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ അമ്മ ഓക്കെ ആയിരുന്നില്ല എങ്കിൽ ആ പെൺകുട്ടികളെ ഒരിക്കലും കോടതി അമ്മയുടെ സംരക്ഷണത്തിൽ വിടില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ചെറിയമ്മ പെർഫെക്റ്റ് ആണ്. മകളെ സംരക്ഷിക്കാനുള്ള ആസ്തിയും ആരോഗ്യവും ഉണ്ട്. പിന്നെ എന്തിനു കുഞ്ഞിനെ സഹോദരനെ വിട്ടു നൽകണം എന്നേ കോടതി ചിന്തിക്കൂ. ദക്ഷ വീണ്ടും പറഞ്ഞത് കേട്ട് ദേവ് അവനെ ഒന്ന് നോക്കി. ഏട്ടൻ പറഞ്ഞു വരുന്നത് കുഞ്ഞോളോടുള്ള അമ്മയുടെ വെറുപ്പും അച്ഛൻ അറിയുമായിരുന്നു എന്നാണോ? അവൻ പറഞ്ഞത് കേട്ട് ദേവ് ഒന്ന് ആലോചിച്ച ശേഷം സംശയത്തോടെ ചോദിച്ചു. മേ ബി. പക്ഷെ അതെങ്ങനെ സംഭവിക്കും ഏട്ടാ? അവൾ ജനിച്ചതിന് ശേഷമല്ലേ അമ്മയ്ക്ക് അവളോട് വെറുപ്പ് തോന്നി തുടങ്ങിയത്? അതും അവൾ കാരണമാണ് അച്ഛൻ മരിച്ചതെന്നുള്ള മുത്തശ്ശന്റെ അമ്മയുടെയും വിശ്വാസം കൊണ്ട് മാത്രം. അവൻ പറഞ്ഞത് കേട്ട് ദക്ഷ ഒന്ന് ചിരിച്ചു. ഇതിനുള്ള ഉത്തരമാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. ചെറിയച്ഛൻ പുള്ളിയുടെ മരണം മുൻകൂട്ടി കണ്ടിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം തന്റെ മരണശേഷം ആ പാപക്കറ വന്നു വീഴാൻ പോകുന്നത് തന്റെ മകളുടെ മേലായിരിക്കുമെന്ന്. സോ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചതെങ്കിലോ? അങ്ങനെ ആയിരിക്കുമോ ഏട്ടാ? അവൻ പറയുന്നതൊക്കെ കേട്ടുവെങ്കിലും ദേവ് വീണ്ടും സംശയത്തോടെ ചോദിച്ചു. ആകാം, അല്ലാതെ ഇരിക്കാം. അതിനെക്കുറിച്ച് എനിക്കും ഉറപ്പില്ല. എല്ലാം ഊഹം മാത്രമാണ്. ദക്ഷ അതിനുള്ള മറുപടിയും കൊടുത്തു. അപ്പോൾ മോളെ അവർ അന്നേ ഉപേക്ഷിക്കുമെന്ന് അച്ഛന് ഉറപ്പുണ്ടായിരുന്നിരിക്കണം അല്ലേ ഏട്ടാ? അത് പറയുമ്പോൾ അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. അവന്റെ ആ ചോദ്യത്തിന് ദക്ഷം ധരിച്ചും പരസ്പരം ഒന്ന് നോക്കിയെന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ കാര്യസ്ഥൻ അച്ഛൻ്റെ അനുവാദത്തോടെ ആയിരിക്കുമല്ലേ മോളെ ഉപേക്ഷിച്ചത്? അതറിയണമെങ്കിൽ അയാളെ നമ്മുടെ കയ്യിൽ കിട്ടണം. അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഇവൻ അന്വേഷിക്കുന്നുണ്ടല്ലോ. അധികം വൈകാതെ തന്നെ അവന് നമ്മുടെ കയ്യിൽ കിട്ടും. ദേവ് പറഞ്ഞത് കേട്ട് ദർശനെ ഒന്ന് നോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞത്. ഒരു നിമിഷം അവർ 3 പേരും ഇനിയുള്ള തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് കണക്കുകൾ കൂട്ടാൻ തുടങ്ങി. രാത്രിയിൽ പുറത്തെ വരാന്തയിൽ ഇരുന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ദച്ചുവിന്റെ അരികിലേക്ക് ഗായത്രിയും കൃഷ്ണയും വന്നിരുന്നു. എന്താണ് കുഞ്ഞോളെ, കാര്യമായ ആലോചനയിലാണല്ലോ? പെട്ടെന്ന് ഗായത്രി അവളെ നോക്കി ചോദിച്ചതും ദച്ചുവും കൃഷ്ണയും ഞെട്ടലോടെ അവളെ ഒന്ന് നോക്കി. ദച്ചുവിന്റെ സംശയത്തോടുള്ള നോട്ടവും കൃഷ്ണയുടെ കൂർപ്പിച്ചുള്ള നോട്ടവും കണ്ടപ്പോഴാണ് താൻ പറഞ്ഞതിന്റെ അപാകത അവൾക്ക് മനസ്സിലായത്. ചേച്ചിക്ക് എങ്ങനെ അറിയാം ഈ പേര്? ദച്ചുവിനോട് എന്ത് പറയുമെന്നറിയാതെ നിന്നപ്പോഴേക്കും അവളുടെ നാവിൽ നിന്ന് ചോദ്യം ഉയർന്നിരുന്നു.
അത് പിന്നെ ഞാൻ പണ്ട് നിന്റെ അങ്കിൾ അയക്കുന്ന കാർഡിൽ അദ്ദേഹം നിന്നെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞ് നീ അല്ലേ ഈ പേരിനെ കുറിച്ച് എന്നോട് വന്ന് പറഞ്ഞത്? ആദ്യം ഒന്ന് പതറിയെങ്കിലും മുൻപെങ്ങോ അവൾ കാണിച്ചു കൊടുത്ത കാർഡിലെ പേര് മനസ്സിൽ ഓർത്തുകൊണ്ട് ഗായത്രി പറഞ്ഞു. ഓ, ഞാൻ അതിനെക്കുറിച്ച് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മറന്നുപോയി. അതും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരുന്നതും ഗായത്രി രക്ഷപ്പെട്ടതുപോലെ കൃഷ്ണയെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു.